ബാക്ക്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി ഉത്തരവിറങ്ങി. യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിപ്പിച്ചത്. റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു. റോഷിപാൽ, ഞെട്ടലൊന്നുമില്ല, കാരണം 2-3 ദിവസമായിട്ട് 10 മുതൽ 20 വരെയുള്ള ഒരു വർധന പൈസ കണക്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. നിരക്ക് കൂട്ടിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഈ സമ്മർ താരിഫ്, അതും ഒരു ആവശ്യമായിരുന്നല്ലോ, അത് കൂട്ടിയോ? BPL വിഭാഗത്തിനും ബാധകമാണോ നിരക്ക് വർധന? സുജയ, ഇന്നലെ മുതലാണ് ഇപ്പോൾ ഈ ഉയർത്തിയ വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് ബാധകമാവുക. 16 പൈസയാണ് യൂണിറ്റിന് സംസ്ഥാനത്ത് വൈദ്യുതിക്ക് കൂട്ടിയിരിക്കുന്നത്. ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് 0 മുതൽ 40 യൂണിറ്റ് വരെയുള്ള ഇതിന് ബാധകമല്ല. അതിനുശേഷമാണ് 41ാമത്തെ യൂണിറ്റ് മുതലാണ് ചാർജ് വർധന ബാധകമാവുക. പക്ഷേ ഇത് BPL കുടുംബങ്ങൾക്കും ഈ ചാർജ് വർധന ബാധകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണം. നേരത്തെ തന്നെ KSEB ആവശ്യപ്പെട്ടത് 37 പൈസ യൂണിറ്റ് വർദ്ധിപ്പിക്കണമെന്നാണ്. പക്ഷേ അത്രത്തോളം ഒരു വർധനവ് ഉണ്ടായില്ല എന്നത് മാത്രമാണ് ആശ്വസിക്കാൻ കഴിയുന്നത്. 16 പൈസ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 16 പൈസ, അടുത്ത വർഷം, അടുത്ത സാമ്പത്തിക വർഷം 12 പൈസ, അങ്ങനെ ഘട്ടം ഘട്ടമായി കൂട്ടുക, അതാണോ നിർദ്ദേശിച്ചിരുന്നത്? ആ രീതിയിലാണ്, അത് തന്നെ നടപ്പാവുകയാണോ? സുജയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കൃത്യമായ ഉത്തരവിൽ വിശദമായി പറയുന്നുണ്ട്. അവരുടെ നേരത്തെ അവർ ആവശ്യപ്പെട്ടത് 37 പൈസ എന്ന നിരക്കിലായിരുന്നു. ആ താരിഫ് ഏതായാലും ആ നിർദ്ദേശങ്ങൾ, KSEB-യുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ 16 പൈസ എന്ന രീതിയിൽ വരും. പിന്നീട് സ്വാഭാവികമായും അതിൽ വർധനവുണ്ടാകും. ഏതായാലും 5-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 40 യൂണിറ്റ് വരെ ഇത് ബാധകമല്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനയില്ല എന്നാണ് പറയുന്നത്. ഏകദേശം 32,000 പേർക്ക് ഈ ആനുകൂല്യം ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഉത്തരവിലേക്ക് പോവുകയാണ്. റോഷിപാൽ ഇപ്പോൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മുതൽ ഡിസംബർ 5 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാന തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. 1000 വാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗമുള്ളതുമായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനയില്ല. നിലവിലെ അതേ രീതിയിൽ തന്നെയായിരിക്കും അവർക്ക് ബില്ല് അടയ്ക്കേണ്ടി വരിക. 32,000 ഉപഭോക്താക്കൾ മാത്രമേ ഈ ആനുകൂല്യമുള്ളൂ എന്നതുകൂടി ഓർക്കുക. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങിയവയുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല. അത് 38,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ നിരക്കും അതേപടി നിലനിർത്തിയിട്ടുണ്ട്. സമ്മർ താരിഫ് ഉൾപ്പെടെ 37 പൈസയുടെ ശരാശരി വർധനവാണ് ഈ വർഷത്തേക്ക്, നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് ശുപാർശ ചെയ്തത്. പക്ഷേ അതിൽ 16 പൈസ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. 37 ആവശ്യപ്പെട്ടു, എന്നാൽ 16ന്റെ വർധനയാണ് വരുത്തിയിരിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷം 2025-26 സാമ്പത്തിക വർഷത്തിൽ സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് 27 പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ യൂണിറ്റിന് 12 പൈസയുടെ, ശരാശരി 12 പൈസയുടെ നിരക്ക് വർധന മാത്രമേ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളൂ. അതിനെ അടുത്ത സാമ്പത്തിക വർഷം 2026-27 വർഷത്തിൽ സമ്മർ താരിഫ് ഉൾപ്പെടെ 9 പൈസയുടെ വർധന ശുപാർശ ചെയ്തു. പക്ഷേ അത് പരിഗണിച്ചിട്ടുമില്ല. അപ്പോൾ ഈ വർഷം 16 പൈസയുടെ വർധന, അടുത്ത സാമ്പത്തിക വർഷത്തിൽ 12 പൈസയുടെ വർധന, അതായത് ചുരുക്കി പറഞ്ഞാൽ ആകെ 28 പൈസയുടെ വർധന അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാൾ കൂടും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കണക്റ്റഡ് ലോഡിനെ അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം KSEB വെച്ചിരുന്നു. അപ്പോൾ ആ ഫിക്സഡ് ചാർജ് എന്നുള്ള ആവശ്യം അത് കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. സമ്മർ താരിഫ് ഏർപ്പെടുത്തണം. 10 പൈസയായിരുന്നു സമ്മർ താരിഫായിട്ട് യൂണിറ്റിന് പറഞ്ഞത്. പക്ഷേ അതും കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായികളുണ്ട്. ഇവർക്ക് പകൽ സമയത്തെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ വൈദ്യുതി നിരക്ക് 10% കുറയ്ക്കുന്നത് കമ്മീഷൻ പരിഗണിച്ചിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ്. കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ നിരക്കിലും മാറ്റമുണ്ട്. യൂണിറ്റിന് 5 പൈസയുടെ വർധനയേ ഉള്ളൂ. നമുക്ക് 16 പൈസയുടെ വർധനയാണ്. പക്ഷേ കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ നിരക്കിൽ 5 പൈസയുടെ വർധന മാത്രമേ ഉള്ളൂ. ഇത് 5 ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നുള്ളതൊരു ആശ്വാസമാണ്. സംസ്ഥാനത്തെ വ്യാവസായിക മേഖലയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരക്ക് വർധന 1% മുതൽ 2% വരെ മാത്രമാണ്. 10 കിലോവാട്ട് ലോഡുള്ള ചെറുകിട വ്യവസായങ്ങൾക്ക് ഫിക്സഡ് ചാർജിൽ വർധനവില്ല. എനർജി ചാർജിൽ യൂണിറ്റിന് 5 പൈസയുടെ വർധനയുണ്ട്. അത് 10 കിലോവാട്ട് വരെ ലോഡുള്ള ചെറുകിട വ്യവസായങ്ങൾക്ക് ഉള്ള കണക്കാണിത്.
സോളാർ ലഭ്യത കണക്കിലെടുത്തുകൊണ്ട് പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ പകൽ സമയത്തെ വൈദ്യുതി നിരക്കിൽ 10% കുറവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന സോളാർ ലഭ്യതയുള്ള അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് 5 ലക്ഷത്തോളം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമായ ഒരു തീരുമാനമാണിത്. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അതൊക്കെ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ വൈദ്യുതി നിരക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ നിരക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുന്ന ഓഡിറ്റോറിയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, കൺവെൻഷൻ സെന്ററുകൾ ഇവർക്ക് ആവശ്യത്തിന് താൽക്കാലിക കണക്ഷൻ നൽകാനുള്ള ശുപാർശയുണ്ട്. അപ്പോൾ ഈ ഹാളുകൾക്ക് ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ട, പക്ഷേ ഈ താൽക്കാലിക കണക്ഷനുകൾ നൽകും. TOD നിരക്കിലേക്ക് മാറ്റുന്നതിനുള്ള അംഗീകാരം. വാണിജ്യ ഉപഭോക്താക്കൾക്ക് എനർജി ചാർജ് ഇപ്പോഴത്തേത് തന്നെ തുടരും, അതിൽ മാറ്റമില്ല. അതുപോലെ തന്നെ മീറ്റർ വാടകയ്ക്കും വർധനയുണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഹോം സ്റ്റേ ഇതിനൊക്കെ ഗാർഹിക നിരക്കായിരിക്കും. പ്രൈവറ്റ് ഹോസ്റ്റലുകളുടെ താരിഫിൽ 30% വരെ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ഇനിയിപ്പോൾ മലയാളത്തിലും ബില്ല് കൊടുക്കാൻ KSEBയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൽ ഫിക്സഡ് ചാർജ് വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ എനർജി ചാർജിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ 1000 വാട്ട് വരെ കണക്റ്റഡ് ലോഡുള്ള പ്രതിമാസം 40 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധനയില്ല. യൂണിറ്റിന് ₹1.50 നൽകിയാൽ മതി. പക്ഷേ ഇപ്പോൾ 16 പൈസയുടെ വർധന വരുന്നു എന്നുള്ളതാണ്. 40 യൂണിറ്റ് വരെ ഉപഭോഗമുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ നിരക്ക് വർധന വരുന്നു. അതായത് യൂണിറ്റ് ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വർധന വരുന്നു. അതിൽ BPL APL തരംതിരിവൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്ന ഉത്തരവല്ലേ. ചില കാര്യങ്ങളിൽ കമ്മീഷൻ പറഞ്ഞതുപോലെ നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. സമ്മർ താരിഫ് അടക്കമുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അടുത്ത സാമ്പത്തിക വർഷം 26-27 വർഷത്തിലെ വർധന 9 പൈസ ശുപാർശ ചെയ്തു. അത് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ ആശ്വാസവുമുണ്ട്, എന്നാൽ ഇരുട്ടത്തടിയുമുണ്ട്. അല്ലേ റോഷിപാൽ? സുജയ, ആശ്വാസമുണ്ട്. കാരണം 37 പൈസ വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയായിരുന്നു, അത് അംഗീകരിച്ചില്ല. പകരം 16 പൈസയുടെ വർധന മാത്രമേ അനുവദിച്ചുള്ളൂ. കൂടാതെ ഈ പറയുന്ന അടുത്ത വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് 27 പൈസയുടെ നിരക്ക് വർധനയാണ് ആവശ്യപ്പെട്ടത്. അതും അംഗീകരിച്ചിട്ടില്ല. അതിന് പകരം 12 പൈസയുടെ നിരക്ക് വർധന മാത്രമേ കമ്മീഷൻ അംഗീകരിച്ചുള്ളൂ. 16 പിന്നീട് 26-27 വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് 9 പൈസയുടെ വർധനവ് ആവശ്യപ്പെട്ടെങ്കിലും നിർദ്ദേശിച്ചെങ്കിലും അത് പരിഗണിച്ചിട്ടില്ല എന്നതാണ്. ഇതൊക്കെ ഒരു ആശ്വാസകരമാണ്. അതിനൊപ്പം തന്നെ ഈ ഉത്തരവിൽ പറയുന്നത് 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധന ഇല്ല എന്നത് ആശ്വാസകരമാണ്. ഏകദേശം 32,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് KSEBയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതിനു പുറമെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ വീട്ടിലുള്ളവർക്ക് പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനയില്ല. കൂടാതെ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കണക്റ്റഡ് ലോഡിന്റെ പരിധി 1000 കിലോവാട്ടിൽ നിന്ന് 2000, അങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങൾ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഇളവുകൾ 100 യൂണിറ്റ് വരെ ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വർധനവ് 37 പൈസ വർധനവ് വരും എന്ന് ഉണ്ടായിരുന്നു. പിന്നീട് അത് 20 പൈസ